എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ കടലാസ് ചെടിയിലേക്ക് ഒരു സീസണാണ്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് പറയുന്നത്. സാധാരണ ഇപ്പോൾ ഈ പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സീസണിൽ നല്ലതുപോലെ നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കൾ വരെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു വളമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇതിൽ ചേർക്കേണ്ട ഒരു സാധനം മാത്രം നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചാൽ മതി, വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമ്മൾ എപ്പോഴും ഇതിൻ്റെ മുകളിൽ മണ്ണ് നന്നായി ഒന്ന് ഇളകിയതിന് ശേഷം മാക്സിമം ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ബോഗൺവില്ലയ്ക്ക് നമ്മൾ ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ബോഗൺവില്ലയ്ക്ക് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീട്ടിൽ തന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളമായാലും മതി. ഈ അരി കഴുകിയ വെള്ളത്തിൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നൊരു പൊട്ടാഷ്യം, എല്ലാ കടകളിലും കിട്ടും പൊട്ടാഷ്യം. അപ്പോൾ അത് കുറച്ച് നമ്മൾ മേടിച്ചതിന് ശേഷം, പൊട്ടാഷ്യം എല്ലാ കടകളിലും മേടിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഇപ്പോൾ 2 ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത്. ആ 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിൽ തന്നെ അരി കഴുകിയ വെള്ളം ആണെങ്കിൽ കുറച്ച് ഒഴിക്കാം. മറ്റേ കഞ്ഞിവെള്ളമാണെങ്കിൽ 2-3 സ്പൂൺ ഒഴിച്ചാൽ മതി. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വലിയ സ്പൂണിൽ 1 സ്പൂൺ പൊട്ടാഷ്യം ഇതിലേക്ക് ഇടുക. ചുമന്നൊരു പൊടിയാണ്, എല്ലാ കടകളിലും കാണും. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ മുകളിലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം സൂര്യപ്രകാശം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ജമന്തിക്കും ബോഗൺവില്ലയ്ക്കും ഒക്കെ നമുക്ക് ഈ വളം ഉപയോഗിക്കാം. ഈ സീസണിൽ നല്ല പൂ കിട്ടുവാൻ വേണ്ടി ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഏകദേശം 1-2 സ്പൂണ്, വലിയ സ്പൂണ് കഞ്ഞിവെള്ളം മതി, അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമായാലും മതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യും.